ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് വേദലക്ഷ്മി എബൌട്ട് ആദില ആൻഡ് നൂറ ഇന്നലെ അവരൊരു ഭയങ്കര ബാഡായിട്ട് അവരവിടെ നിന്ന് സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടായിരുന്നു. മറ്റേ നിങ്ങളെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ, നിങ്ങളൊക്കെ മറ്റേ സ്വന്തം കാലിൽ നിന്ന് പണിയെടുക്കുന്നവരാണെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യാം, പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ അവരുടെ മൂഡ് തങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അതിലൂടെ മുഖം കണ്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി. കാരണം അവർ എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിചാരം ഉണ്ട് അവർക്ക് ആരും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല എന്നല്ലേ. പുറത്ത് അവരുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ആരും വന്ന് ഇതിനെതിരെ എഗെയിൻസ്റ്റായിട്ട് സംസാരിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എവിടെയോ ഉണ്ട്. അതുകൊണ്ടിട്ടായിരിക്കും നിങ്ങൾ അങ്ങനെ സംസാരിച്ചത്. പക്ഷെ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെയല്ല വിചാരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വന്നപ്പോൾ തന്നെ എന്നെ മറ്റേ എടിന്ന് വിളിക്കുക, എന്നെ പൊടിന്ന് വിളിക്കുക, എന്നെ പേര് വിളിക്കണം, എന്നെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ വേറൊരാളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് എവിടെയോ ഉണ്ടായിരുന്നൊരു ക്വാളിറ്റി അതങ്ങ് പോയി. നല്ല പറയാമല്ലോ. ഇനി ഇതാണ് നിങ്ങളുടെ ഒരു ഗെയിം പ്ലാനെങ്കിൽ അത് ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു ഗെയിം പ്ലാനാണ്, പറയാതെ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ സിസ്റ്റേഴ്സ് ആവാനുള്ളൊരു പ്രായം അവർക്കുണ്ട്. അവരെ നിങ്ങൾ എത്ര മോശമായിരുന്നു എന്നത് കേട്ട് നമുക്ക് സങ്കടം വന്നു. അവിടെ നിന്നപ്പോൾ ഉള്ള ആദില എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അവരൊരു അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഷോയിൽ വന്നത്. പിന്നെ അവർ സ്വന്തം കാലിൽ നിന്ന് ഒരു 3 years മറ്റോ ആയിട്ടുണ്ട് അവരുടെ ഒരു ഇഷ്യൂ ഒക്കെ ആയത്. ഒരു 3 years ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് മുതലേ അവർ ഒറ്റയ്ക്കാണ്. അവരുടെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവരൊരു ജോലിയൊക്കെ മേടിച്ച് പിന്നെ അവർ കണ്ടൻറ് ക്രിയേഷനിലേക്കൊക്കെ വന്ന് അവരായിട്ട് കണ്ടൻറ് ഇല്ലാതാക്കി ഇവിടെ ഒരു പേര് എന്തോ ആയിക്കോട്ടെ ലെസ്ബിയൻ കപ്പിൾസ് എന്നൊരു ലേബലിൽ അവർ ബിഗ് ബോസ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ്. അത് അവർ സ്വന്തമായിട്ട് നേടിയെടുത്തതാണ്. അല്ലാതെ അവർ വേറെ ആരുടെയും കയ്യോ കാലോ പിടിക്കാനോ അല്ലെങ്കിൽ അവർ വേറൊരു തരത്തിൽ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അങ്ങനൊന്നും അല്ല. അവർ ശരിക്കും റെസ്പെക്റ്റ് ഡിസേർവ് ചെയ്യുന്ന 2 പേരാണ്. കാരണം എത്രയൊക്കെയാണ് 2 പെൺകുട്ടികൾ അവരിങ്ങനെ മാറി നിന്ന് സ്വയം എത്ര കഷ്ടപ്പെട്ടിട്ട് അവർ ജീവിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ. പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് അവരെ മാത്രമേ ചൊറിയാൻ കിട്ടിയുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് വേറെ ആരുടെ ഇടയ്ക്ക് പോയിട്ട് നിന്നിട്ട് ചൊറിയാത്തത്? അങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് നല്ല തെരുവിളി കിട്ടി. ഇവരാകുമ്പോഴത്തേക്ക് സ്വന്തം വീട്ടുകാരെ പോലും ചോദിക്കാൻ വരില്ല എന്നുള്ളൊരു ധൈര്യമല്ലേ. ഇത്രയും നാളും എവിടേക്കോ ഒരു ക്വാളിറ്റി, ഇച്ചിരി അറഗൻസ് ഒക്കെ ഉണ്ടല്ലോ, എവിടേക്കോ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ അത് കളഞ്ഞു കുളിച്ചു പോയി ലക്ഷ്മി. നിങ്ങൾ ഭയങ്കര ചീപ്പായിപ്പോയി, ഭയങ്കര മോശമായിപ്പോയി. ഇത് കാണുന്നൊരു പ്രേക്ഷക നിങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ ഡിസപ്പോയിൻ്റ് ആക്കിയിട്ടുണ്ട്.